പത്തനാപുരം ഗാന്ധി ഭവന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 25-ന് ജീവകാരുണ്യ പദ്ധതികളുടെ ദേശീയതല ഉദ്ഘാടനം നടത്തി. കെ.സി. വേണുഗോപാൽ എം.പി. ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനാപുരം ഗാന്ധി ഭവന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 25-ന് ജീവകാരുണ്യ പദ്ധതികളുടെയും ദേശീയതല ഉദ്ഘാടനം നടന്നു. കെ.സി. വേണുഗോപാൽ എം.പി. ഉദ്ഘാടനം നിർവഹിച്ചു. അധികാരം പ്രകടിപ്പിക്കാനുള്ളതല്ലെന്നും അധികാരമെന്നത് അഹങ്കാരം പ്രകടിപ്പിക്കാനുള്ളതല്ലെന്നും പാവപ്പെട്ടവരെയും അശരണരെയും സഹായിക്കാനുള്ള ഉപാധിയാണെന്നും എം.പി. പറഞ്ഞു. പത്തനാപുരത്തെ ഗാന്ധി ഭവൻ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശത്തുള്ളവരെയും എനിക്ക് തോന്നിയിട്ടുള്ളത് ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് തമ്മിലടിക്കുന്നവരുണ്ടല്ലോ, സ്വന്തം കാര്യം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മതത്തെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്ന് നോക്കിയാൽ ജാതിക്കും മതത്തിനപ്പുറം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാവ്യം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത് തന്നെയാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത്. പ്രാർത്ഥനാ ഗീതം കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധയോട് കേൾക്കുകയായിരുന്നു. അന്നവസ്ത്രാദികൾ മുട്ടാതെ എല്ലാവരെയും സൂക്ഷിക്കുന്ന ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. അതില്ലാത്തൊരു ലോകത്ത് ജീവിക്കുന്നവർക്ക് അത് നൽകാനുള്ള മനസ്സുമായിട്ട് ഗാന്ധിഭവൻ നിൽക്കുന്നുകൊണ്ട് കാണുന്നത് ഏറെ സന്തോഷമുണ്ട്. അധികാരമെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം അഹങ്കാരവും ചേർത്ത് നിർത്താനുള്ളതല്ല, മറിച്ച് ഏറ്റവും താഴേതട്ടിൽ നിൽക്കുന്ന ഏറ്റവും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഉപാധിയാക്കണം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. പ്രമുഖ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന പി. രാമചന്ദ്രൻ നായർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 25,000 രൂപയും ശില്പവും അടങ്ങുന്ന രാഷ്ട്രസേവാ പുരസ്കാരം കെ.സി. വേണുഗോപാൽ എം.പിക്ക് ചടങ്ങിൽ ഗാന്ധിഭവൻ സ്ഥാപകൻ പുനലൂർ സോമരാജൻ സമ്മാനിച്ചു. പരിസ്ഥിതി വിഷയത്തെ ആസ്പദമാക്കി പ്രിയദർശിനി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഡോക്ടർ മീര ആർ നായരുടെ സംസിദ്ധി കവിതാ സമാഹാരം കൊടിക്കുന്നിൽ സുരേഷ് എം.പിക്ക് സമ്മാനിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാൽ എം.പി. പ്രകാശനം ചെയ്തു. ജ്യോതികുമാർ ചാമക്കാല എം.എൽ.എ. അധ്യക്ഷനായി. ചടങ്ങിൽ എം.എൽ.എമാരായ അഡ്വക്കേറ്റ് പഴകുളം മധു, അഡ്വക്കേറ്റ് സി.വി. ശാന്തകുമാർ, എം. നസീർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവും ഗ്രന്ഥകാരിയുമായ ഡോക്ടർ മീര ആർ നായർ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സി.ഡി. നെറ്റ് ന്യൂസ്, ഓച്ചിറ.